ഹായ്. അപ്പോഴേ നമുക്ക് എലിയും പല്ലിയൊക്കെ തുരത്താൻ വേണ്ടിയിട്ടുള്ള 2 കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത്. അപ്പം അതിനായിട്ട് നമുക്ക് ഒരു പാത്രം ഇതേപോലെ എടുത്ത് വയ്ക്കാം. നമ്മൾ കിച്ചണിലത് ഉപയോഗിക്കാത്തൊരു ടിന്നാണ് എടുക്കുന്നത്. നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളമാണ് വേണ്ടത് കേട്ടോ. അപ്പം നമുക്ക് പുളിച്ച കഞ്ഞിവെള്ളം എടുക്കാം. അപ്പോൾ ഒരു സ്വല്പം മാത്രം മതി. അപ്പം നമുക്ക് എത്രമാത്രം എലിശല്യവും പല്ലിശല്യമൊക്കെ ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെയൊക്കെ അളവ് കൂട്ടുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ടിന്ന് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി കഞ്ഞിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ വീട്ടിലുള്ള നിസ്സാര സാധനങ്ങൾ മാത്രം മതി. വെറുതെ പുറത്തു നിന്ന് വിഷമൊക്കെ മേടിച്ച് വെച്ച് കൊടുത്ത് കെമിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി എലിയെ തുരത്താനായിട്ട്. പിന്നെ കുറേ നാളത്തേക്ക് നമ്മുടെ വീട്ടിലേക്ക് എലിശല്യമേ കാണത്തില്ല കേട്ടോ. അപ്പോൾ വിനാഗിരി, പാരസെറ്റാമോൾ ഗുളിക, അതേപോലെ തന്നെ കഞ്ഞിവെള്ളം, തലേദിവസത്തെ കഞ്ഞിവെള്ളം, അതേപോലെ ബേക്കിംഗ് പൗഡർ. അപ്പോൾ ഈ സാധനം എല്ലാം കൂടെ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോഴത്തേന് ഭയങ്കരമായൊരു വെപ്രാളമായിരിക്കും എലികൾക്ക് കേട്ടോ. അപ്പോൾ അതാണ്ട് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ബേക്കിംഗ് പൗഡർ ഇല്ല എങ്കിൽ സോഡാപ്പൊടി ഉണ്ടല്ലോ, നമ്മൾ അപ്പക്കാരമൊക്കെ സോഡാപ്പൊടി അത് മതി കേട്ടോ. ഇതിപ്പം നമ്മുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇട്ടത്. ഇപ്പോൾ അതുകൊണ്ട് പാരസെറ്റാമോൾ ഗുളിക പൊടിച്ചുകൊണ്ട് വരാം. ഇതിപ്പോൾ 2 or 3 ഇട്ട് കൊടുത്തോളണം കേട്ടോ. അതുപോലെ ആദ്യം നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ കണക്ക് ബേക്കിംഗ് പൗഡർ സോഡാപ്പൊടി ഏതാണേലും കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്ത് 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വിനാഗിരിയാണ്, അതും 2 സ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉള്ളിൽ പോകുമ്പോഴത്തേനും അതിനൊരു വെപ്രാളമായിട്ട് പിന്നെ ആ ഭാഗത്തോട്ടേ വരില്ല. കൂട്ടമായിട്ട് ഒന്ന് നക്കി കുടിച്ചോളാം. കാരണം ഈ ചോറിൻ്റെ ആ ഒരു സ്മെല്ലുള്ളതുകൊണ്ട്. പിന്നെ നമുക്കിതിനായിട്ട് വേണ്ടത് ഉപ്പാണ്. ഉപ്പ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് 2 സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാരസെറ്റാമോൾ ഗുളികയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് പൊടിച്ചുകൊണ്ട് വരാം. ഇതിപ്പോൾ 2 എണ്ണം ഞാൻ പൊടിച്ചിടുകയാണ്. പാരസെറ്റാമോൾ ഗുളിക നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. കാരണം ഉപ്പും ബേക്കിംഗ് പൗഡറും അതേപോലെ വിനാഗിരിയും കഞ്ഞിവെള്ളവും എല്ലാം കൂടെ ഒന്ന് അലിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഗുളികയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയെടുക്കാം. 2 ഗുളിക പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് എലി വരുന്ന പൊത്തിൽ, എലി വരുന്ന ഭാഗത്ത്, അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിൻ്റെയൊക്കെ അവിടെ പല്ലി വരും രാത്രി, അത് വന്ന് നക്കി കുടിച്ചാൽ മതി. അതും അതേപോലെ തന്നെ വെപ്രാളമാക്കി ഇവിടുന്ന് പൊയ്ക്കോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയുള്ള നിസ്സാരമായ സാധനങ്ങൾ വെച്ച് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാം നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ തേങ്ങ ചിരവിയ ചിരട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് മുറ്റത്തൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. കാരണം ആ ഒരു തേങ്ങയുടെ മണം അത് ദൂരെ നിന്നാണല്ലോ അതിന് മണത്തിട്ട് അത് വരും കേട്ടോ. അപ്പോഴത്തേനും ഞാനിപ്പോൾ ഇതുപോലെ ചിരട്ടയിൽ ഒഴിച്ച് കൊടുക്കുകയാണേ. ഇതിപ്പം നമുക്ക് എലിശല്യം കുറവാണ്. അതുപോലെ എലിശല്യം ഉള്ളവർ ഇത് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ തട്ടിനകത്തൊക്കെ നമുക്ക് വീട്ടിനകത്ത് പല്ലി വരുന്നതിനൊക്കെ വെച്ച് കൊടുക്കുക. അതൊന്ന് എന്തായാലും നക്കിയിട്ട് പോകും. അപ്പോൾ ചിരട്ടയ്ക്കകത്ത് എലിക്കും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ മുറ്റത്തൊക്കെ വെച്ച് കൊടുക്കുക. രാത്രി സമയത്ത് അത് വന്ന് കുടിച്ചിട്ട് പോയിക്കോളും. അതുപോലെ വെള്ളം വെക്കരുത്. കാരണം വെള്ളം വെച്ചാൽ ഇത് കുടിച്ചിട്ട് പോയി ആ വെപ്രാളത്തിൽ വെള്ളം കുടിക്കുമ്പോൾ ഈ ഒരു എഫക്റ്റ് നഷ്ടപ്പെടും. പിന്നെ അത് സാധാരണ വരുന്ന കണക്ക് വരികയും ചെയ്യട്ടെ. അപ്പോൾ അതുപോലെ ചെയ്യുക. ഒരിക്കൽ ചെയ്തിട്ട് പിന്നെയും വന്നെങ്കിൽ 1 ട്രിപ്പ് കൂടെ വെച്ച് കൊടുക്കുക. കാരണം അത് വെള്ളം കുടിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അത് പിന്നീട് അതിൻ്റെ ആ ഒരു എഫക്റ്റ് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എവിടെ നിന്നാണെങ്കിലും അത് മണത്തിട്ട് വന്ന് കുടിച്ചോളും. അതുപോലെ ഗ്യാസ് അടുപ്പിൻ്റെ താഴ്ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പല്ലികൾ, പാറ്റകൾ ഇതൊക്കെ വന്ന് നക്കിയിട്ട് പോയിക്കോളും. കണ്ടോ, ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ കാണിച്ച ടിപ്പാണ്. വളരെ ഈസിയാണ്, എല്ലാവരും ചെയ്ത് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു സൊല്യൂഷനും കൂടെ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കർപ്പൂരം, അതുപോലെ ഡെറ്റോള്, ഇത് ഒരു സ്പ്രേ ആണ് കേട്ടോ. ഇതിപ്പം നമുക്ക് മുറ്റത്തൊക്കെ ഒഴിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ല് അറിയാമല്ലോ. അതുപോലെ തന്നെ ഡെറ്റോള് ഇതെല്ലാം കൂടെ ചേരുമ്പം നല്ലൊരു എഫക്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു ടിന്നെടുക്കാം. കാരണം ആ കർപ്പൂരത്തിൻ്റെയൊക്കെ മണം വിട്ടു പോകത്തില്ല, അത്ര ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ സാധാ വെള്ളം, ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. കാരണം കർപ്പൂരവും ഒക്കെ പെട്ടെന്ന് അതിനകത്ത് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഡെറ്റോളിൻ്റെയൊക്കെ സ്മെല്ല് നമ്മൾ മുറ്റത്ത് അടിക്കുമ്പം തന്നെ എലികൾക്കൊന്നും ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഈ ഒരു സ്മെല്ല്. കൊതുകിനാണേലും അതുപോലെ തന്നെ നമ്മളെ മുറ്റത്തെ ജന്തുക്കൾ, പാമ്പ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെയൊക്കെ സ്പ്രേ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. കാരണം കൊതുക് ശല്യം, പ്രത്യേകിച്ച് ഈ ചെടികളിലൊക്കെ കൊതുകിരിക്കും. ഇനി ഞാൻ ഇതിനായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് കറുവ, ഗ്രാമ്പ് എല്ലാം കൂടെ പൊടിച്ച ആ പൊടിയാണേ. അതെന്തായാലും അത് ഒഴിവാക്കരുത് കേട്ടോ. അത് നമുക്ക് ഇതിനകത്ത് വേണം. ഗ്രാമ്പൂ, പട്ട എല്ലാം കൂടെ പൊടിച്ച ഒരു പൊടിയാണ്. അപ്പോൾ അതിനകത്തോടെ കർപ്പൂരം പൊടിച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കർപ്പൂരം പൊടിക്കുന്നതിനൊന്നും പാടില്ല. നമ്മുടെ കൈവച്ച് ഞെവിടുമ്പം തന്നെ അതിനകത്ത് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഞാനൊരു കുപ്പിയിലാണ് ആക്കുന്നത്. കാരണം സ്പ്രേയറിനകത്ത് ഒക്കെ ഈ പൊടി, ഗ്രാമ്പൂൻ്റെയൊക്കെ പൊടി കയറിയിരുന്നാൽ പിന്നെ നമുക്കത് പാടായിരിക്കും. അതുകൊണ്ട് ഞാനൊരു സാധാ കുപ്പിയിൽ അടപ്പിൽ ഹോളിട്ടിട്ട് നമുക്കതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. അതാകുമ്പോഴത്തേന് നല്ല രീതിയിൽ നമുക്ക് ചെടിയുടെ ഭാഗത്തെല്ലാം ഒഴിച്ചു കൊടുക്കാം. കൊതുക് ശല്യം മാറും, അതുപോലെ ജന്തുക്കൾ വരില്ല, ഒച്ച് ശല്യം മാറും. അപ്പോൾ ഈ ഒരു ഗ്രാമ്പൂ, കറുവാപ്പട്ട അതെല്ലാം കൂടെ പൊടിച്ചൊരു പൊടിയാണ്. നല്ലൊരു മണമാണ്. ഇപ്പോൾ തന്നെ നല്ല മണമാണ്. കർപ്പൂരവും ഡെറ്റോളും എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു മണമുണ്ടല്ലോ, ഒട്ടും നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു സ്മെല്ലാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് ഒട്ടും കുറയ്ക്കാൻ പാടില്ല, കൂടിയാലും കുഴപ്പമില്ല, കുറയാൻ പാടില്ല. കാരണം നമ്മൾ ചെയ്യുന്നതിന് ആ ഒരു ഫലം ഉണ്ടാകണമല്ലോ, അത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് പല്ലികൾക്കും എല്ലാം അടിച്ചു കൊടുക്കുക. എല്ലായിടത്തും ജനലിൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതുപോലെ വാഷ് ബേസിൻ്റെ സിങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. അതിനകത്ത് വരുന്ന ചെറിയ പാറ്റ കുഞ്ഞുങ്ങളൊക്കെ ചത്തുപോകും. ഇതുപോലെ ചെടിയുടെ ഇടയ്ക്കെല്ലാം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കൊതുക് ശല്യമൊക്കെ കുറഞ്ഞ് കിട്ടും ഇലയിലൊക്കെ വീഴുമ്പോഴത്തേനും. അതുപോലെ കൂടുതലും നമ്മുടെ കിച്ചൻ്റെ ഭാഗത്ത്, വാഷ് ബേസിൻ്റെ കിച്ചൻ്റെ ഭാഗത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. പുറത്ത് മുറ്റത്തൊക്കെ ഒഴിച്ചു കൊടുക്കുക. കാരണം എന്തെങ്കിലുമൊക്കെ ജന്തുക്കളൊക്കെ കയറിയിരിക്കുന്ന ബാക്ക് ഭാഗത്തൊക്കെ കണ്ടോ, പാമ്പിൻ്റെയൊക്കെ ശല്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഭാഗത്തെല്ലാം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. വളരെ ഈസിയായ ടിപ്സുകളാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാനിയായിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.